സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച. ലൂക്ക 4:31 മുതൽ 37 വരെ വാക്യങ്ങൾ. സ്കോട്ട് ഡെറിക്സൺ സംവിധാനം ചെയ്ത 2005 ഇറങ്ങിയ ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ദി എക്സോർസിസം ഓഫ് എമിലി റോസ്. ഭൂതോച്ചാരണം നടത്തിയത് മൂലം നരഹത്യ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആനിലീസ് മിഷേലിൻ്റെയും അവളുടെ കുടുംബത്തിൻ്റെയും അവളുടെ ഇടവകയിലെ വികാരിയച്ഛൻ്റെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജർമ്മൻ യുവതിയായ ആനലീസ് ചെറുപ്പം മുതലേ മാനസിക രോഗവുമായി മല്ലിട്ടിരുന്നു. അപസ്മാരം ബാധിച്ച സൈക്കോസിസ് രോഗനിർണയം നടത്തിയ അവൾക്ക് വിഷാദ രോഗവും കാഴ്ചയിലും കേൾവിയിലും ഹലുസിനേഷനുകളും അനുഭവപ്പെട്ടു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി അവളെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അവളുടെ കത്തോലിക്ക കുടുംബം അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പൈശാചിക ബാധയാണെന്ന് വിശ്വസിച്ചു. 22-ാമത്തെ വയസ്സിൽ അവൾ 10 മാസത്തെ കത്തോലിക്ക ഭൂതോച്ചാരണ ചടങ്ങുകൾക്ക് വിധേയയായി. ഏതാണ്ട് 70ഓളം ഭൂതോച്ചാടനങ്ങൾ നടത്തി. എന്നാൽ 1976 ജൂലൈയിൽ അന്നലീസ് മരിച്ചു. അന്നലീസിൻ്റെ കുടുംബാംഗങ്ങളെയും ഈ ഭൂതോച്ചാരണം നടത്തിയ വൈദികരെയും അശ്രദ്ധമായ നരഹത്യ എന്ന കുറ്റം ചുമത്തി 6 മാസം അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. 3 വർഷത്തെ പ്രൊബേഷനും. ഇന്നത്തെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിലെ അശുദ്ധാത്മാക്കളുടെ മേൽ തൻ്റെ ശക്തിയും അധികാരവും കാണിച്ചുകൊണ്ട് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാം. അത് കണ്ടു നിന്നവർ അമ്പരന്നു. തീർച്ചയായും യേശു എല്ലാറ്റിൻ്റെയും കർത്താവാണ്. ദുഷ്ടാത്മാക്കളെ തുരത്താനുള്ള ശക്തി അവനുണ്ട്. നമ്മെ അടിമകളാക്കിയ എന്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. യേശു ആരാണെന്ന് ഭൂതങ്ങൾക്കറിയാം. അവർ അവൻ്റെ ശക്തിയും അധികാരവും തിരിച്ചറിയുകയും അവൻ്റെ നാമം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സുവിശേഷ വായനയിൽ സംഭവിച്ച കാര്യം യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. തടവുകാരെ മോചിപ്പിക്കുക. ശാരീരികവും വൈകാരികവുമായ പിശാച് ബാധിച്ചവരുണ്ട്. എന്നാൽ പിശാചിൻ്റെ അടിമത്തം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ സൂക്ഷ്മമായതാണ്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഉദാഹരണമായി, ചില കാര്യങ്ങളോടുള്ള നമ്മുടെ ആസക്തി തന്നെ. വിശ്വാസികൾ എന്ന നിലയിൽ തിന്മയെ പരാജയപ്പെടുത്താൻ നമുക്ക് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അവൻ്റെ ശക്തിയിലും അധികാരത്തിലും ആശ്ചര്യപ്പെടുകയും വിസ്മയിക്കുകയും മാത്രം പോരാ, നാം അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ ശക്തിയും അധികാരവും സ്വീകരിക്കുകയും വേണം. എല്ലായിടത്തും തിന്മയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിന് പൂർണ്ണ അധികാരം നൽകിയാൽ നമുക്ക് ദുഷ്ടശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ യേശുവിൻ്റെ ദൗത്യം നമ്മുടെ ദൗത്യം കൂടിയാണ്. സദ്വാർത്ത പ്രസംഗിക്കാനും തടവുകാരെ മോചിപ്പിക്കാനുമാണ് നാം അയക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാളുകളിലെന്ന പോലെ നമുക്കും എതിർപ്പുകൾ നേരിടേണ്ടി വരും. എല്ലാത്തരം എതിർപ്പുകളും പീഡനങ്ങളും തരണം ചെയ്യുവാനുള്ള
തൻ്റെ ശക്തിയും അധികാരവും കർത്താവിൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.